2026 T20 ലോകകപ്പിന് മുമ്പ് ഇന്ത്യ കളിക്കുന്ന ഏറ്റവും പ്രധാന T20 ടൂർണമെന്റാണ് ഈ വർഷത്തെ ഏഷ്യ കപ്പ്. ടൂർണമെന്റിന്റെ തീയതിയോ മറ്റു വിവരങ്ങളോ ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും സെപ്റ്റംബറിൽ ഏഷ്യ കപ്പ് നടക്കുമെന്നാണ് സൂചനകൾ. 8 ടീമുകളാണ് ഇത്തവണ ഏഷ്യ കപ്പിൽ മത്സരിക്കുന്നത്. ഇന്ത്യക്ക് പുറമെ ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, UAE, ഹോങ്കോങ്, ഒമാൻ എന്നീ ടീമുകളും ഇത്തവണ ഏഷ്യ കപ്പിനിറങ്ങും. ഏഷ്യ കപ്പിൽ ഇന്ത്യയാണ് നിലവിലെ ചാമ്പ്യന്മാർ. 2023 ഫൈനലിൽ ശ്രീലങ്കയെ 10 വിക്കറ്റിന് കീഴടക്കിയായിരുന്നു ഇന്ത്യയുടെ കിരീടധാരണം. ഈ കിരീടം നിലനിർത്താൻ ഉറച്ചാണ് ഇന്ത്യ ഇത്തവണ എത്തുന്നത്. കിടിലൻ സ്ക്വാഡിനെ തന്നെയായിരിക്കും ഇന്ത്യ ടൂർണമെന്റിന് അണിനിരത്തുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഏഷ്യ കപ്പിന് ഇനിയും 2 മാസം ബാക്കി നിൽക്കെ ടൂർണമെന്റിനുള്ള ഇന്ത്യയുടെ സാധ്യതാ സ്ക്വാഡ് നോക്കാം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇന്ത്യയുടെ T20 ടീമിലില്ലാത്ത ശുഭ്മാൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ എന്നിവർ ഏഷ്യ കപ്പിൽ ടീമിലേക്ക് തിരിച്ചെത്തുമോ എന്നാണ് കണ്ടറിയേണ്ടത്. ഇവരെ ഇന്ത്യ ടീമിലേക്ക് മടക്കി വിളിച്ചാൽ സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ എന്നിവർക്ക് ഓപ്പണിംഗ് സ്ഥാനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഓപ്പണറായിട്ടല്ലെങ്കിലും സഞ്ജു ടീമിൽ ഇടം പിടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. നിലവിൽ ഇന്ത്യൻ T20 ടീമിന്റെ പ്രധാന വിക്കറ്റ് കീപ്പറാണ് സഞ്ജു. ഓപ്പണിംഗിൽ കളിച്ച് കഴിഞ്ഞ വർഷം ഇന്ത്യക്കായി 3 സെഞ്ചുറികൾ സഞ്ജു നേടിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. തിലക് വർമ്മയായിരിക്കും 3-ാം നമ്പർ ബാറ്റർ. കഴിഞ്ഞ വർഷത്തെ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ 2 സെഞ്ചുറികൾ നേടി അമ്പരപ്പിച്ച താരമാണ് തിലക് വർമ്മ. സൂര്യകുമാർ യാദവ് തന്നെയായിരിക്കും ടീമിന്റെ നായകൻ. 4-ാം നമ്പറിൽ കളിക്കാനാണ് സാധ്യത. സമീപകാലത്ത് ഉജ്ജ്വല ഫോമിലുള്ള ശ്രേയസ് അയ്യരെ ഇന്ത്യ T20 ടീമിലേക്ക് മടക്കി വിളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലുമായിരിക്കും ടീമിന്റെ ഓൾറൗണ്ടർമാർ. ഫിനിഷിംഗ് ദൗത്യവും ഇവർക്ക് ലഭിച്ചേക്കും. ജസ്പ്രീത് ബുംറയ്ക്ക് ഇന്ത്യ ഏഷ്യ കപ്പിൽ നിന്ന് വിശ്രമം നൽകാനാണ് സാധ്യത. ജോലിഭാരം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ടാണിത്. ബുംറയില്ലെങ്കിൽ ഇടംകയ്യൻ പേസർ അർഷ്ദീപ് സിംഗ് ആയിരിക്കും ഇന്ത്യയുടെ പേസ് നിരയെ നയിക്കുക. അന്താരാഷ്ട്ര T20യിൽ ഇന്ത്യയുടെ എക്കാലത്തെയും ഉയർന്ന വിക്കറ്റ് വേട്ടക്കാരനാണ് അർഷ്ദീപ് സിംഗ്. അർഷ്ദീപിന് കൂട്ടായി മുഹമ്മദ് സിറാജ്, ഹർഷിദ് റാണ എന്നിവരെയും ഇന്ത്യ ഫാസ്റ്റ് ബൗളിംഗ് നിരയിൽ ഉൾപ്പെടുത്തിയേക്കും. വരുൺ ചക്രവർത്തി തന്നെയായിരിക്കും ഇന്ത്യയുടെ സ്പിൻ നിരയെ നയിക്കുക. T20യിൽ സമീപകാലത്ത് ഇന്ത്യയുടെ ഏറ്റവും മികച്ച സ്പിന്നറാണ് വരുൺ. ഈ വർഷം ആദ്യം ഇംഗ്ലണ്ടിനെതിരെ നടന്ന 5 മത്സര T20 പരമ്പരയിൽ 14 വിക്കറ്റുകൾ വീഴ്ത്തി വരുൺ ചക്രവർത്തി തിളങ്ങിയിരുന്നു. സ്പിൻ നിരയിൽ താരത്തിന് കൂട്ടായി കുൽദീപ് യാദവും എത്തുമെന്നാണ് സൂചനകൾ. രവി ബിഷ്ണോയിയാണ് ടീമിൽ ഇടം നേടാൻ സാധ്യതയുള്ള മറ്റൊരു സ്പിന്നർ. അങ്ങനെ നോക്കിയാൽ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യയുടെ സാധ്യതാ ടീമിൽ ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവ്, ശുഭ്മാൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ, സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, ശ്രേയസ് അയ്യർ, ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, അർഷ്ദീപ് സിംഗ്, മുഹമ്മദ് സിറാജ്, വരുൺ ചക്രവർത്തി, ഹർഷിദ് റാണ, കുൽദീപ് യാദവ്, രവി ബിഷ്ണോയ് എന്നിവരായിരിക്കും ഉണ്ടാവുക. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.